നമസ്തേ. പാതഞ്ജല യോഗസൂത്രം സാധനാപാദത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ സൂത്രത്തിൽ സൂത്രം 18 ത്രിഗുണാത്മകവും ഭൂതേന്ദ്രിയാത്മകവുമായി പുരുഷന്റെ ഭോഗമോക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് പ്രകൃതി അഥവാ ദൃശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി സത്വരജ തമോ ഗുണാത്മകമായ ഈ പ്രകൃതിയുടെ അവസ്ഥാവിശേഷങ്ങളെയാണ് പറയുന്നത്. സൂത്രം 19 വിശേഷാവിശേഷ ലിംഗമാത്രാലിംഗാനി ഗുണപർവാണി. വിശേഷം, അവിശേഷം, ലിംഗമാത്രം, അലിംഗം എന്നിവയാണ് പ്രകൃതിയുടെ 4 അവസ്ഥകൾ, 4 ഗുണങ്ങൾ. ഗുണപർവാണി എന്ന് പറയുന്നത് പ്രകൃതിയുടെ 4 അവസ്ഥകളെയാണ് ഗുണപർവാണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗദർശനം അനുസരിച്ച് പ്രകൃതി അഥവാ ഈ ദൃശ്യം സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നതാണ്. ഈ സൂത്രം 19 പ്രകൃതിയുടെ പരിണാമത്തിലെ 4 തലങ്ങളെയാണ് വിശദീകരിക്കുന്നത്. അതിലൊന്ന് വിശേഷം, പ്രത്യക്ഷമായത്, പ്രകടമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യാസനെ പിന്തുടർന്ന് പറഞ്ഞാൽ വിശേഷത്തിൽ 16 തത്വങ്ങൾ ഉൾപ്പെടും. 5 സ്ഥൂലഭൂതങ്ങൾ, ഭൂമി, വെള്ളം, തീ, വായു, ആകാശം. 11 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്. ഇവയ്ക്ക് വ്യക്തമായ രൂപവും ധർമ്മങ്ങളും ഉണ്ട്. ഇവിടെ പഞ്ചഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളും ചേർന്ന 16 തത്വങ്ങളാണ് ഈ പ്രകൃതിയുടെ വിശേഷമായി പ്രകടമായി നിൽക്കുന്നത്. യോഗിയുടെ ധ്യാനത്തിൽ ഈ രൂപങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കും. ഇവ ഈ പ്രകൃതി പരിണാമത്തിന്റെ അവസാന ഘട്ടമാണ്. അതിനെയാണ് വിശേഷം എന്ന് പറയുന്നത്. ഇതിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, പിന്നെ മനസ്സ്. ഇങ്ങനെയാണ് 11 ഇന്ദ്രിയങ്ങളെ പറയും. ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വന്നതാണ്. അതിനെയാണ് ഇവയെല്ലാം ചേർന്ന 16 തത്വങ്ങളാണ് വിശേഷം. അത് പരിണാമത്തിന്റെ ഏറ്റവും അവസാനം ഇപ്പം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒന്നായി അതിനെ മനസ്സിലാക്കണം. രണ്ടാമത്തത് അവിശേഷം, പ്രത്യക്ഷമല്ലാത്തത്, അപ്രകടമായത്, പ്രകടമാകാത്തത്. അതിനെയാണ് അവിശേഷം എന്ന് പറയുക. തന്മാത്രകൾ, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ, ഇതാണ് തന്മാത്രകൾ. അതായത് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപമാണ് അവിശേഷം എന്ന് പറയുന്നത്. ഈ തന്മാത്രകൾക്ക് വ്യക്തമായ രൂപമില്ല, എന്നാൽ അവ സ്ഥൂലഭൂതങ്ങൾക്ക് രൂപം നൽകുന്നു. ശബ്ദം എന്ന് പറയുന്നത് നമുക്കതിനെ ഒരു രൂപമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ സംഗീതമായി അത് കേൾക്കുമ്പോൾ, കാക്ക കരയുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാവും. അപ്പൊ അത് ആ ഒരു ഉപകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ജീവിയിലൂടെ ആ ശബ്ദം പുറത്തേക്ക് വരണം. അതുപോലെ തന്നെ രസം, സ്പർശം, രൂപം, കാഴ്ചയുടെ, ഗന്ധം, മൂക്കിൻ്റെ, ഇങ്ങനെയുള്ള തന്മാത്രകൾ അത് സൂക്ഷ്മ രൂപത്തിലുള്ളതാണ്. അത് സ്ഥൂലേന്ദ്രിയങ്ങളായിട്ടാണ്, ഈ കാണുന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്, അത് പരിണമിച്ച് വരുന്നത്. അതിനെയാണ് അവിശേഷം എന്ന് പറയുന്നത്. ഈ തന്മാത്രകൾക്ക് അവിശേഷം പ്രകടമാകാത്തത് അവയ്ക്ക് സ്ഥൂലഭൂതങ്ങളെ പോലെ
ശാന്തം, ഘോരം, മൂഢം എന്നീ 3 അവസ്ഥകൾ ഇല്ല. സത്വ, രജ, തമോ ഗുണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് അവിശേഷമാണ്. സത്വരജോ ഗുണങ്ങൾ ഈ തന്മാത്രകളിൽ ഒരേപോലെ സന്തുലിതമാണ്, ഒരേപോലെ തന്നെയാണ് ഉള്ളത്. എല്ലാ ശബ്ദങ്ങളിലും അത് തന്നെയാണ് ഉള്ളത്. ആ ശബ്ദം കേൾക്കുന്ന ഇന്ദ്രിയം ദ്വാരം, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ആ ശബ്ദത്തിലൂടെ ഈ ഗുണങ്ങൾ പ്രകടമായി വരുന്നത്. അതല്ലെങ്കിൽ ശബ്ദത്തിനൊരു പ്രശ്നവും ഇല്ല. നമ്മൾ അറിയാത്ത ഭാഷയിൽ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നില്ല. കാരണം ആ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. 3ാമത്തെ വിശേഷമാണ് ലിംഗമാത്രം. ലിംഗം എന്നാൽ അടയാളം എന്നാണ് അർത്ഥം. സൂക്ഷ്മം, ബുദ്ധിതത്വമാണ്. ബുദ്ധിയിൽ ആണ് ഈ ലിംഗം എന്ന് പറയുന്നത്. എല്ലാം അവിടെയാണ് സ്പഷ്ടീകരിക്കുന്നത്. എല്ലാ അനുഭവങ്ങളുടെയും അറിവുകളുടെയും ഉറവിടം ആണ് ഈ ബുദ്ധിതത്വം. ഇതിനെ ലിംഗം അഥവാ അടയാളം എന്ന് വിളിക്കുന്നത് ഇത് അലിംഗമായ മൂലപ്രകൃതിയുടെ ആദ്യത്തെ പ്രകടമായ അടയാളമാണ് എന്നതിലാണ്. ഈ സാഖ്യതത്വത്തിൽ പ്രകാരമാണ് മൂലപ്രകൃതി, പ്രകൃതി, പുരുഷൻ എന്നിങ്ങനെയുള്ള തത്വങ്ങൾ പറയുന്നത്. യോഗശാസ്ത്രം അതിൽ കൂടി വരുന്നതാണ്. അത് നമ്മുടെ ആദ്യ വീഡിയോകളിൽ ഈ മൂലപ്രകൃതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ മൂലപ്രകൃതി ആദ്യം പ്രകടമാകുന്നത് ബുദ്ധിയിലൂടെയാണ്. അതുകൊണ്ടാണ് അത് അടയാളം അഥവാ ലിംഗം എന്ന് അതിനെ പറയുന്നത്. ഇതിന് പരിണാമത്തിന്റെ ആദ്യ രൂപമാണ് ഈ ലിംഗം അഥവാ ബുദ്ധിതത്വം എന്ന് പറയുന്നത്. ഇതിന് സ്ഥിരമായ ഒരു രൂപമില്ല. മഹത്വത്വം അഥവാ ബുദ്ധിതത്വം എന്ന ഒരൊറ്റ തത്വമായി ഇത് നിലനിൽക്കുന്നു. ഇവിടെ സത്വം പ്രധാനമാണ്. ഇത് അഹങ്കാരത്തിനും തന്മാത്രകൾക്കും ജന്മം നൽകുന്നു. ഈ ബുദ്ധിതത്വത്തിൽ നിന്നാണ് ശബ്ദരസ രൂപസ്പർശഗന്ധങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അഹം എന്ന ബോധം ജനിക്കുന്നത് ഈ ബുദ്ധിതത്വത്തിൽ നിന്നാണ്. അപ്പൊ മൂലപ്രകൃതിയിൽ നിന്നും ആദ്യം ബുദ്ധിതത്വം ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. അവിടുന്ന് അടുത്തത് 4ാമത്തത് അലിംഗം. ലിംഗമില്ലാത്തത്, സൂക്ഷ്മരൂപം പോലും ഇല്ലാത്തതാണ് അലിംഗം. മൂലപ്രകൃതി ആണ് ഈ അവസ്ഥ. ത്രിഗുണങ്ങൾ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥ. ഇത് പരിണാമത്തിന് കാരണമായ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നു. എന്നാൽ സ്വയം ഒരു രൂപവുമില്ലാതെ എല്ലാറ്റിനും അതീതമായി എല്ലാ പരിണാമങ്ങൾക്കും അടിസ്ഥാനമായി നിലനിൽക്കുന്നു. യാതൊരുവിധ പരിണാമവും തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയാണ് ഈ അലിംഗാവസ്ഥ. അതാണ് 4ാമത്തെ പരിണാമം. ഈ 4 പർവങ്ങളും അവസ്ഥകളും ഭോഗത്തിൻ്റെയും അപവർഗത്തിൻ്റെയും അനുഭവത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാരണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ക്രമം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം മൂലപ്രകൃതി ഉണ്ടായി, അലിംഗം. അതാണ് ആദ്യം. പരിണാമം തുടങ്ങുന്നത് അലിംഗാവസ്ഥയിൽ നിന്നാണ് എന്ന് വാചസ്പതി മിശ്ര പറയുന്നു. പ്രകൃതിയുടെ പരിണാമം ഘട്ടങ്ങളാണ് സൂത്രത്തിൽ പറഞ്ഞത്. വിശേഷം, അവിശേഷം, ലിംഗം, അലിംഗം എന്ന്. അതിന്റെ ക്രമം ആദ്യം ഉണ്ടായത് അലിംഗമാണ്, മൂലപ്രകൃതി. 2ാമത്തേത് ലിംഗം, 3ാമത്തേത് അവിശേഷം, 4ാമത്തേത് വിശേഷം എന്ന ക്രമമാണ് ഉള്ളത് എന്ന് വാചസ്പതി മിശ്ര പറയുന്നു. പലിംഗം എന്ന മൂലപ്രകൃതിയിൽ നിന്നും ലിംഗം എന്ന മഹത്തത്വത്തിലേക്ക് പരിണമിക്കുന്നു. ബുദ്ധി ഉണ്ടാവും. അവിടെ നിന്ന് ബുദ്ധിതത്വം ഉണ്ടായതിനു ശേഷം അഹംഭാവം, അഹങ്കാരം ഉണ്ടാവും.
തന്മാത്രകൾ, ശബ്ദ രസ രൂപ സ്പർശ ഗന്ധങ്ങൾ ഉണ്ടാവും. അതിനെയാണ് അവിശേഷം എന്ന് പറയുന്നത്. ഈ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളിൽ നിന്ന്, ഈ അഹങ്കാരങ്ങളിൽ നിന്ന് എന്തുണ്ടാവുന്നു? ഇന്ദ്രിയങ്ങൾ ഉണ്ടാവും, സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാവും. അതിനെയാണ് വിശേഷം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, സ്പഷ്ടമായി കാണാൻ കഴിയുന്നത് ഈ വിശേഷതയാണ്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നേരെ വിപരീതമായിട്ടാണ് ധ്യാനിക്കുക. നമ്മൾ ആദ്യം വിശേഷം, ശരീരത്തിൽ, ഈ സ്ഥൂല ശരീരത്തെയാണ് ധ്യാനിക്കുന്നത്. അവിടുന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് ധ്യാനിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ നമ്മൾ എന്തായി? വിശേഷത്തിൽ നിന്നും അവിശേഷത്തിലേക്ക് എത്തി, അവിശേഷത്തിൽ നിന്നും ലിംഗമാത്രത്തിലേക്ക് എത്തി, അഹംഭാവത്തിലേക്ക് എത്തി. അങ്ങനെ ലിംഗമാത്രത്തിൽ നിന്നും നമ്മൾ ആ ബുദ്ധി തത്വത്തിൽ നിന്നും അപ്പുറത്തേക്ക് സത്വരജ തമോ ഗുണങ്ങളെല്ലാം ബാലൻസ്ഡ് ആയി നിൽക്കുന്ന മൂലപ്രകൃതിയിലേക്ക് നമ്മൾ പിൻവാങ്ങും. ഇതാണ് ധ്യാനത്തിന്റെ ക്രമം. ലിംഗം എന്ന വാക്കിന് അടയാളം, കാരണം എന്നതിനേക്കാൾ ലയിച്ചു പോകാനുള്ള കഴിവ് എന്നും അർത്ഥമുണ്ട്. അതായത് വിശേഷങ്ങൾ അവിശേഷങ്ങളിലും, അവിശേഷങ്ങൾ ലിംഗമാത്രത്തിലും, ലിംഗമാത്രം അലിംഗത്തിലും ലയിക്കുന്നു. അലിംഗം എന്നത് പ്രകൃതിയുടെ മൂലരൂപമാണ്, മൂലപ്രകൃതിയാണ്. അതിന് ലയിച്ചു പോകാൻ മറ്റൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അത് അലിംഗമാണ്, അടയാളമില്ലാത്തതാണ്. അത് കേവലം സംസ്കാരങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും ഉറവിടമാണ് എന്ന് മനസ്സിലാക്കുക. ഈ 4 പർവ്വങ്ങളെ കുറിച്ചുള്ള അറിവ് മോക്ഷത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മിശ്ര പറയുന്നു. പുരുഷൻ തന്റെ ദുഃഖങ്ങൾക്ക് കാരണം ഈ ദൃശ്യപ്രപഞ്ചമാണെന്ന് മനസ്സിലാക്കുകയും ഈ ദൃശ്യത്തിന്റെ 4 അവസ്ഥകളെയും തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് വിവേകപൂർവം അകലുകയും ചെയ്യുമ്പോഴാണ് കൈവല്യം അഥവാ മോക്ഷം നേടുന്നത്. ഇതാണ് ഈ സൂത്രത്തിന്റെ ലക്ഷ്യം. ഇവിടെ ഈ സൂത്രം 19 പ്രകൃതിയെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സൂത്രത്തിൽ, സൂത്രം 20 പുരുഷൻ എന്താണെന്ന് വിശദീകരിക്കും.